അക്കാദമി ഓഫ് ഡെമോണിക് ആർട്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു അഭ്യാസിയുടെയും ഉള്ളൊന്ന് ആളിക്കത്തും. കാരണം അവിടെ നിന്നാണ് ഡിമോണിക് കൾട്ടിലെ ഏറ്റവും ക്രൂരന്മാരായ പോരാളികൾ ജനിക്കുന്നത്. എന്നാൽ ആ നരകവാതിലിന് മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ നായകനെ അവർ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വല്ലാത്ത ചിരിയോടെ നായകനെ നോക്കി പറഞ്ഞു, അയ്യോ, കഷ്ടമായി പോയല്ലോ. നമ്പർ 7 ബാഡ്ജ് മാത്രം ഇവിടെ കാണാനില്ല. അതൊരു അബദ്ധമായിരുന്നില്ല സുഹൃത്തുക്കളെ. ആ 6 വലിയ തറവാട്ടുകാർ ചേർന്ന് ഒരുക്കിയ കൃത്യമായ പ്ലാൻ ആയിരുന്നു അത്. ആയിരക്കണക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ നാണം കെടുത്തി, ദേഷ്യം പിടിപ്പിച്ച് അക്കാദമിയിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ അവനെ പുറത്താക്കാനുള്ള കെണി. സാധാരണയായിരുന്നെങ്കിൽ അവൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞേനെ. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു പഴയ ആ ദുർബലനായ പയ്യനല്ല തിരിച്ചു വന്നിരിക്കുന്നത് എന്ന്. നമസ്കാരം സുഹൃത്തുക്കളെ, നാനോ മഷീനിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗാർഡ് ജാങ്ങിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് അത്യാവശ്യം മസിലും പവറും ഒക്കെയായി നായകൻ തിരിച്ചുവന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മസിൽ പവർ മാത്രം പോരാ, ബുദ്ധിശക്തി കൂടി ഉണ്ടെങ്കിലേ ഈ വലിയ ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് അവന് ഇന്ന് മനസ്സിലാകും. അക്കാദമിയിലെ ആദ്യ ദിവസം നടക്കുന്ന ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഥയിലേക്ക് വന്നാൽ, അക്കാദമിയുടെ വലിയ കവാടത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥർ ഓരോരുത്തർക്കും അഡ്മിഷൻ ബാഡ്ജുകൾ വിതരണം ചെയ്യുകയാണ്. 6 വലിയ തറവാട്ടിലെയും രാജകുമാരന്മാർക്ക് രാജകീയ പരിഗണന കിട്ടുമ്പോൾ നമ്മുടെ നായകന് മാത്രം അവഗണനയാണ്. ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ ബാഡ്ജ് ഇല്ല. ഉദ്യോഗസ്ഥന്റെ ആ പരിഹാസച്ചിരി കണ്ടപ്പോൾ തന്നെ നായകന് കാര്യം പിടികിട്ടി. ഇത് തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ വെച്ച് ബഹളമുണ്ടാക്കിയാൽ അച്ചടക്കമില്ലാത്തവൻ എന്ന മുദ്രകുത്തി അവർക്ക് അവനെ പുറത്താക്കാം. അത് ആ 6 തറവാട്ടുകാരുടെ പദ്ധതിയാണ്. അതുകൊണ്ട് നായകൻ വളരെ ശാന്തനായി നിന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അപമാനം ഞാൻ സഹിക്കുന്നു. പക്ഷെ എന്നെങ്കിലും ഇതിന് ഞാൻ പലിശ സഹിതം മറുപടി തന്നിരിക്കും. അവൻ ആരോടും തർക്കിക്കാൻ പോയില്ല. ബാഡ്ജ് കിട്ടുമ്പോൾ വാങ്ങാം എന്ന് പറഞ്ഞ് ക്യൂവിന്റെ ഏറ്റവും പിന്നിലായി ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്ത് പോയി അവൻ നിന്നു. ബാക്കിയുള്ള കുട്ടികൾ അവനെ നോക്കി പരസ്പരം അടക്കം പറയുന്നുണ്ട്, നോക്ക്, അതാണ് ആ അവിഹിത സന്തതി, അവന് നാണമില്ലേ ഇവിടെ വരാൻ, അമ്മയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ കളിയാക്കി ചിരിക്കുന്നു. ഈ വാക്കുകൾ ഓരോന്നും അവന്റെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന് അവന് നന്നായി അറിയാം. പെട്ടെന്ന് അവിടെ കൂടിയിരുന്നവരെല്ലാം ഞെട്ടിവിതയ്ക്കുന്ന രീതിയിൽ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു. അക്കാദമിയുടെ കൂറ്റൻ ഇരുമ്പ് വാതിലുകൾ വലിഞ്ഞു തുറന്നു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ കാഹളം മുഴങ്ങി. അക്കാദമിയുടെ കാവൽക്കാരായ ഡിമോണിക് കൾട്ടിലെ ഏറ്റവും ശക്തരായ 3 ഗാർഡിയൻസ് അങ്ങോട്ട് കടന്നുവന്നു. ആദ്യം വന്നത് കയ്യിൽ ഒരു മദ്യക്കുപ്പിയുമായി നടക്കുമ്പോൾ വേച്ചുപോകുന്ന മാഡ് ബ്ലേഡ് ആയിരുന്നു. കണ്ടാൽ ഒരു കൊടിയനെ പോലെ തോന്നുമെങ്കിലും കയ്യിലുള്ള വാൾ ഒന്ന് അനങ്ങിയാൽ തലകൾ വീഴുമെന്ന് കണ്ടാൽ തന്നെ അറിയാം. തൊട്ടുപിന്നാലെ അഗ്നിപർവ്വതം പോലെ ചുവന്ന മുടിയും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള ലോർഡ് ഓഫ് ദ ഫ്ലെയിം ഹ്വാമ്യോങ് ലി. അയാളുടെ നടപ്പിൽ തന്നെ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. മൂന്നാമതായി മുഖം മുഴുവൻ മൂടി നിഴൽ പോലെ നടക്കുന്ന ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. ഇവർ 3 പേരും സ്റ്റേജിന് മുന്നിൽ വന്നു നിന്നു. ഈ 3 രാക്ഷസന്മാരും ആരെയാണ് വണങ്ങുന്നത്? അപ്പോഴാണ് സ്റ്റേജിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ രൂപത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പാട്രിയാർക്ക്, ഡെമോണിക് കൾട്ടിന്റെ ദൈവം, നായകന്റെ സ്വന്തം അച്ഛൻ ചിയോൻ യുജോങ്. ആ മനുഷ്യനെ കണ്ടതും അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് കുട്ടികളും ശ്വാസം വിടാൻ പോലും മറന്നുപോയി. അത്രയ്ക്കും ഭീകരമായ ഒരു ഓറ ആയിരുന്നു ആ മനുഷ്യനിൽ നിന്ന് പുറത്തുവന്നത്. അന്തരീക്ഷം മുഴുവൻ ഭാരം കൂടിയതുപോലെ തോന്നി. നായകന് സ്വന്തം അച്ഛനെ കണ്ടിട്ട് പേടിയാണോ ദേഷ്യമാണോ തോന്നിയത് എന്ന് പറയാൻ പറ്റില്ല. തന്റെ അമ്മ മരിക്കുമ്പോൾ തിരിഞ്ഞുപോലും നോക്കാത്ത ക്രൂരനായ അച്ഛൻ. അവൻ ആ സിംഹാസനത്തിലേക്ക് നോക്കാൻ പോലും പ്രയാസമായിരുന്നു. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ തലകുനിച്ചു. പാട്രിയാർക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ പലർക്കും മുട്ടിടിക്കാൻ തുടങ്ങി. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അറിയിച്ചു. നിങ്ങളിൽ ആരാണ് യഥാർത്ഥ ഡെമോൺ എന്ന് തെളിയിക്കാനുള്ള അവസരമാണിത്. ശക്തിയുള്ളവൻ മാത്രം ഇവിടെ ബാക്കിയുണ്ടാകും. ഇത്രയും പറഞ്ഞ് ഒരു കാറ്റ് പോലെ അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹം പോയതിനു ശേഷമാണ് കുട്ടികൾക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റിയത്. അത്രയും നേരം അവിടെ മരവിച്ചു നിൽക്കുകയായിരുന്നു. പാട്രിയാർക്ക് പോയതിനു ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാൻ ചുവന്ന മുടിക്കാരനായ ഹവന്യോങ് ലി മുന്നോട്ട് വന്നു. പുള്ളി മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ തന്നെ എല്ലാവരും നിശബ്ദരായി. പുള്ളി പറഞ്ഞു തുടങ്ങി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സാധാരണ സ്കൂളല്ല. ഈ കോഴ്സ് 4 വർഷമാണ്. അതിൽ 6 ഘട്ടങ്ങളുണ്ട്.
ഓരോ ഘട്ടത്തിലും കടുപ്പമേറിയ പരീക്ഷയുണ്ടാകും. ഓർക്കുക, ഇവിടെ തോൽവി എന്നൊന്നില്ല. പരീക്ഷയിൽ തോറ്റാൽ രണ്ടാമതൊരു അവസരമില്ല, അപ്പോ തന്നെ പുറത്താക്കും. ഇത് കേട്ട് കുട്ടികൾ ആകെ ഞെട്ടി. ഒരു ചെറിയ അബദ്ധം പറ്റിയാൽ പോലും തിരിച്ചു വീട്ടിൽ പോകേണ്ടി വരും. അദ്ദേഹം തുടർന്നു, ഇവിടെ നിങ്ങൾക്ക് ടീം ലീഡർ ആകാം, ഇൻസ്ട്രക്ടർ ആകാം, അവസാനം വേണമെങ്കിൽ എന്റെ സ്ഥാനം വരെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. പക്ഷേ അതിനെല്ലാം കഴിവ് വേണം. ഇത് കേട്ടപ്പോൾ മുൻനിരയിൽ നിന്നും ഒരു കൈ ഉയർന്നു. അത് 6 തറവാട്ടുകാരിൽ ഒരാളായ വാൾപ്പയറ്റിൽ അഗ്രഗണ്യനായ ഗ്യോങ് അൻ ചെയോൺ സ്വോട്ട് ക്ലാൻ ആയിരുന്നു. വലിയ തറവാട്ടിലെ രാജകുമാരനായതുകൊണ്ട് തനിക്ക് എന്ത് ചോദ്യവും ചോദിക്കാം എന്ന അഹങ്കാരം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, വാർഡൻ, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പരീക്ഷകളിൽ അവൻ വാചകം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഹ്വാമ്യൂങ് ലീയുടെ മുഖം മാറി. ആകാശത്ത് നിന്ന് ഈ ഇട്ടി വെട്ടുന്ന ഒച്ചയിൽ പൊള്ളി അലറി, ആരാടാ നിന്നോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞത്? ആ അലർച്ചയിൽ സ്റ്റേജിലെ പൊടിപടലങ്ങൾ പോലും പറന്നുപോയി. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ഹ്വാമ്യൂങ് ലീ തുടർന്നു, ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ അനുവാദം തരാതെ വാ തുറക്കാൻ ആരാണ് നിനക്ക് ധൈര്യം തന്നത്? എന്നിട്ട് പുള്ളി ആ മാസ്റ്റർ ഡയലോഗ് അടിച്ചു, നിങ്ങൾ പുറത്ത് ആരായാലും എനിക്കൊരു പ്രശ്നവുമില്ല. രാജാവിന്റെ മോനായാലും മന്ത്രിയുടെ മോനായാലും ഈ അക്കാദമിക്കുള്ളിൽ കയറിയാൽ എല്ലാവരും എനിക്ക് തുല്യരാണ്. നിങ്ങളുടെ ബാഡ്ജിലെ നമ്പർ നോക്കിയാണ് ഞാൻ നിങ്ങളെ വിലയിരുത്തുന്നത്, അല്ലാതെ നിങ്ങളുടെ തറവാട് നോക്കിയല്ല. സ്കോട്ട്ലാൻഡിലെ രാജകുമാരൻ ആകെ നാണം കെട്ടുപോയി. മുഖം ചുവന്ന് അപമാനം സഹിക്കാൻ വയ്യാതെ അവൻ തല താഴ്ത്തി. ഇത്രയും വലിയൊരു സദസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം അവൻ ആദ്യമായിട്ടാണ്. ഇത് കണ്ട് പിന്നിൽ നിന്ന നായകന് വല്ലാത്തൊരു സന്തോഷം തോന്നി. പണവും പവറും ഉണ്ടെന്ന് കരുതി ഇവിടെ കാര്യമില്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഹ്വാമ്യൂങ് ലീ എല്ലാവരെയും ഒന്ന് വിരട്ടിയിട്ട് നിയമങ്ങൾ പറയാൻ തുടങ്ങി. നിയമങ്ങൾ കേൾക്കുമ്പോൾ കടുപ്പമാണെന്ന് തോന്നുമെങ്കിലും ജയിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ കേട്ടപ്പോൾ നായകന്റെ കണ്ണ് തള്ളിപ്പോയി. ജയിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ സമ്മാനം ഡെമോണിക് ഡ്രാഗൺ മാർബിൾ ആണ്. ഇതൊരു സാധാരണ മരുന്നല്ല. ഓരോ ഘട്ടം ജയിക്കുമ്പോഴും ഈ മരുന്ന് സമ്മാനമായി കിട്ടും. ഇത് കഴിച്ചാൽ ഒരു മനുഷ്യൻ 20 വർഷം തപസ് ചെയ്താൽ കിട്ടുന്ന ഇന്റേണൽ എനർജി QI വെറുതെ കിട്ടും. അതായത് ഒരു തുള്ളി വിയർപ്പ് ഒഴുക്കാതെ 20 വർഷത്തെ ശക്തി. നായകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയാണ്. കാരണം അവന് ഇതുവരെ ഇന്റേണൽ എനർജി പരിശീലിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവന്റെ ശരീരത്തിൽ ഇപ്പോൾ മസിൽ മാത്രമേയുള്ളൂ, ശക്തിയില്ല. ഈ മരുന്ന് കിട്ടിയാൽ തന്റെ കൂടെയുള്ള നാനോ മെഷീൻ ഉപയോഗിച്ച് അത് കൃത്യമായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സമ്മാനം അതിലും വലുതാണ്, സീക്രട്ട് ലൈബ്രറി. അക്കാദമിയിലെ ലൈബ്രറിയിൽ 5 നിലകളുണ്ട്. ഒന്നാം ഘട്ടം ജയിക്കുന്നവർക്ക് 1-ാം നിലയിൽ കയറാം. അവിടെ നിറയെ അടിത്തറ പാകാനുള്ള പുസ്തകങ്ങളാണ്. മുകളിലേക്ക് പോകുന്തോറും പുസ്തകങ്ങളുടെ മൂല്യം കൂടും. 5-ാം നിലയിലുള്ളത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യവിദ്യകളാണ്. ഇത് കേട്ടപ്പോൾ നായകൻ വേറൊരു ലോകത്തായി. അവൻ മനസ്സിൽ ചിന്തിച്ചു, എന്റെ കയ്യിൽ നാനോ ഉണ്ട്. ആ ലൈബ്രറിയിൽ കയറിയാൽ പുസ്തകം തുറന്ന് വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഓരോ പുസ്തകവും തൊടുമ്പോൾ തന്നെ നാനോ അത് സ്കാൻ ചെയ്ത് എന്റെ തലയിൽ കയറ്റും. മറ്റുള്ളവർ 10 വർഷം കൊണ്ട് പഠിക്കുന്നത് എനിക്ക് 10 സെക്കൻഡ് കൊണ്ട് പഠിക്കാം. പക്ഷേ ഹ്വാമ്യൂങ് ലീ ഒരു മുന്നറിയിപ്പ് കൂടി നൽകി, ഇതുവരെ ഈ അക്കാദമിയുടെ ചരിത്രത്തിൽ ആരും 5-ാം നിലയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് ആരും സ്വപ്നം കാണേണ്ട. ഇനി മുതൽ ഇവിടെ അതിജീവനം മാത്രമാണ് ലക്ഷ്യം. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ നാളെ നിങ്ങളുടെ ശത്രുവാകാം. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതെല്ലാം കേട്ട് നായകൻ ആവേശത്തോടെ മുഷ്ടി ചുരുട്ടി. ഇത്രയും നാൾ ഞാൻ ഒളിച്ചു നടന്നു, പേടിച്ചു ജീവിച്ചു. പക്ഷെ ഇനിയില്ല. ഈ അക്കാദമിയിലെ ഏറ്റവും ശക്തൻ ഞാൻ തന്നെയായിരിക്കും. എന്റെ അമ്മയെ കൊന്നവരോട് പകരം ചോദിക്കാൻ എനിക്ക് ശക്തി വേണം. അവന്റെ കണ്ണുകളിൽ പുതിയൊരു തീപ്പൊരി ഉണ്ടായിരുന്നു. അവസാനം ഹ്വാമ്യൂങ് ലീ ആ പ്രഖ്യാപനം നടത്തി, ഇനി സമയം കളയാനില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ തുടങ്ങുകയാണ്. കുട്ടികളെല്ലാം ഞെട്ടി. വന്ന ഉടനെ പരീക്ഷയോ? ഹ്വാമ്യൂങ് ലീ തുടർന്നു, നിങ്ങളെ ഇപ്പോൾ പല ഗ്രൂപ്പുകളായി തിരിക്കും. ഓരോ ഗ്രൂപ്പിലും ഒരു ലീഡർ ഉണ്ടാകും. ബാക്കിയുള്ളവർ ആ ലീഡറെ അനുസരിക്കണം. ഇവിടെയാണ് നായകന് മുട്ടൻ പണി കിട്ടാൻ പോകുന്നത്. ഗ്രൂപ്പ് തിരിക്കുന്നത് ബാഡ്ജ് നമ്പർ അനുസരിച്ചാണ്. 10 പേർ വീതമുള്ള ഗ്രൂപ്പുകൾ. പക്ഷേ നമ്മുടെ നായകന്റെ കയ്യിൽ ഇപ്പോഴും ബാഡ്ജ് ഇല്ലല്ലോ. ബാഡ്ജ് ഇല്ലാത്ത അവനെ അവർ ഏത് ഗ്രൂപ്പിൽ ഇടും? ഇനി അവനെ ഒറ്റപ്പെടുത്തി ഏറ്റവും മോശം ഗ്രൂപ്പിൽ ഇടാനാണോ പ്ലാൻ? അതോ പരീക്ഷയിൽ പങ്കെടുപ്പിക്കാതെ പുറത്താക്കുമോ? അവനെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളാണോ അതോ പുതിയ അവസരങ്ങളാണോ? അക്കാദമിയിലെ ആദ്യത്തെ പരീക്ഷയിൽ നായകൻ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നാനോ മെഷീൻ ഉപയോഗിച്ച് അവൻ എല്ലാവരെയും ഞെട്ടിക്കുമോ? അതോ ബാഡ്ജ് ഇല്ലാത്തതുകൊണ്ട് നാണം കെട്ട് പുറത്താകുമോ? ആവേശകരമായ ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.